الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم صدق الله المولانا العلي العظيم لا يستقيم إيمان عبد حتى يستقيم قلبه ولا يستقيم قلبه حتى يستقيم لسانه قال نبينا وسيدنا مصطفى محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഫലമു യാ ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടി ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകള് ഒരുപാട് മുറാദുകളുമായി കടന്നു വന്നവരാണ്. ഖൽബിനകത്ത് ഒരുപാട് തീയുമായി, പ്രയാസവുമായി, ഞെരുക്കങ്ങളുമായി ഇൽമിന്റെ സദസ്സിന്റെ മുന്നിലേക്ക് കടന്നു വന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അതെല്ലാം സലാമത്തിലാക്കി തരുമാറാകട്ടെ. ഖൽബിലെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാകുന്ന നാം ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അനുഗ്രഹീതമാകുന്ന ജീവിതമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ പവിത്രമായ രൂപത്തിൽ, ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിലാണ് മനുഷ്യനാകുന്ന നാം ഓരോരുത്തരെയും അല്ലാഹു തആല പടച്ചിരിക്കുന്നത്. മറ്റുള്ള മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വിശക്കുമ്പോൾ കഴിക്കണം, ഉറങ്ങണം എന്നുള്ള ചിന്തയില്ലാതെ
അല്ലാതെ വേറെയൊന്നുമില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറയുകയാണ്, മനുഷ്യനെ ഞാൻ അവിടുന്ന് പടച്ചിരിക്കുന്നത് അഹ്സനു തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ്, ഏറ്റവും മാന്യമായ രൂപത്തിലാണ് അല്ലാഹുവേ അവിടുന്ന് മനുഷ്യനെ പടച്ചിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല അവന് നൽകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങള് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ പെടുന്ന നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ ഓരോ മനുഷ്യന്റെയും ജീവിതം എടുത്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് അമരുകയാണ്. അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന ജീവിതമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും പെടുന്ന ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പെടുന്ന നേരിടുകയാണ്. അല്ലാഹുവേ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിലോ മനുഷ്യനെ അല്ലാഹു തആല പെടുന്ന പടച്ചിരിക്കുകയാണ്. അവൻ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവനവന്റെ കുടുംബത്തെ നോക്കണം, മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം. അവന്റെ ജീവിതത്തിൻ്റെതായ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലെല്ലാം ആ മനുഷ്യനെ പെടുന്ന എത്തിപ്പെടേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മോ, ഒരു നാള് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് ചോദിക്കുകയാണ്, ഓരോരുത്തരോടും അല്ലാഹു തആല അവിടുന്ന് ചോദിക്കുകയാണ്, ഏ മനുഷ്യ, നിനക്ക് ഞാൻ ബുദ്ധി തന്നു, ചിന്ത തന്നു, നിനക്ക് ഗ്രഹിക്കാനുള്ള കഴിവ് തന്നു, എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഞാൻ അവിടുന്ന് തന്നിട്ട് ദുനിയാവിൽ എന്താണോ നീ അവിടുന്ന് ചെയ്തു വെച്ചത്? സുബ്ഹാനല്ലാഹ്, നമ്മളോട് അല്ലാഹു തആല അവിടുന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് അവിടുന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽ നിന്നോ ഒരാൾക്ക് പോലും അവിടുന്ന് ഒളിച്ചു പോകാൻ സാധ്യമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കളോട്, ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടാൽ, അല്ലാഹു നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാപ്പോ അതിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകുന്നത്? മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മായസാല ഖദമോ അബ്ദിൻ, ഒരു മനുഷ്യന്റെ പോലും കാൽപാദം അവിടുന്ന് ചലിപ്പിക്കാൻ കഴിയില്ലോ. നാളെ മഹ്ശറയിൽ വന്നാൽ ഒരു മനുഷ്യന്റെ പോലും കാൽപാദം അവിടുന്ന് ചലിപ്പിക്കാൻ കഴിയുകയില്ലോ. അവനോട് ചോദിക്കേണ്ടത് ചോദിക്കാതെ കണ്ടോ, ഒരു മനുഷ്യന് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബോ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അല്ലാഹു തആല അവിടുന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, ആ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുക, അല്ലാഹുവേ, ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് വാപ്പാ?
നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ, നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കൾ അനുസരിക്കുമോ? നമ്മുടെ ഭാര്യ അനുസരിക്കുമോ? നമ്മുടെ കുടുംബം നമ്മൾ പറഞ്ഞാലൊന്ന് അനുസരിക്കുമോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഇവിടുന്ന് പറയുകയാണ്, നമ്മളെല്ലാവരും അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മക്കൾ എന്താ അവിടുന്ന് ചെയ്യുന്നത്? വീടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ മക്കൾ അവിടുന്ന് മൊബൈല് നോക്കുകയാണ്. മോനെ, പള്ളിയുടെ ബാങ്ക് വിളിച്ചിരിക്കുന്നു, നിസ്കരിക്കാൻ പോകണ്ടേ എന്ന് നമ്മുടെ മക്കളോടൊന്ന് ചോദിക്കുമ്പോൾ, വാപ്പാ നിനക്ക് പോയി നിസ്കരിച്ചൂടെ? എന്നെ എന്തിനാ വിളിക്കുന്നത്? വാപ്പാക്ക് വേണമെങ്കിൽ വാപ്പ പോയി നിസ്കരിക്കൂ, ഉമ്മാക്ക് വേണമെങ്കിൽ ഉമ്മ പോയി നിസ്കരിക്കൂ, എന്നെ എന്തിനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പാനെ അകറ്റി നിർത്തുമ്പോൾ, വാപ്പയെ പറഞ്ഞു വിടുമ്പോൾ വാപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, രാമൊന്നില്ലാതെ പകലൊന്നില്ലാതെ അല്ലാഹുവേ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കിയിട്ട് നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ മക്കളുണ്ടല്ലോ, പറഞ്ഞാൽ അനുസരിക്കുമോ വാപ്പാ? മക്കള് പോലും അനുസരിക്കാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയോ? അല്ലാഹുവേ, ടിവി ഒന്ന് ഓഫാക്കിയതിന്റെ പേരിലാണ്. അല്ലാഹുവേ, പൊന്നുമോള് 9 വയസ്സുള്ള പൊന്നുമോള് ടിവി ഒന്ന് ഓഫാക്കിയതിന്റെ പേരിലോ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വന്നുകൊണ്ട് തൂങ്ങി മരിക്കുകയോ, ആത്മഹത്യ ചെയ്യുകയാണ്. കുഞ്ഞുമക്കൾ പോലും ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എടുത്തല്ലേ അതാ 13 വയസ്സുള്ള പൊന്നുമോള് വീട് വിട്ടുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. വീട് വിട്ടുകൊണ്ട് ബാഗിലതാ ഒരുപാട് സാധനങ്ങളുമായി തന്റെ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് വീട് വിട്ടുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. സൗകര്യമില്ലാത്തതിന്റെ പേരിലാണോ? അല്ലാഹുവേ, ജീവിക്കാൻ നല്ല കൊട്ടാരങ്ങളുണ്ടോ? എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇട്ടുമാറാൻ പറ്റുന്ന വസ്ത്രങ്ങളുണ്ടോ? എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള പൈസയുണ്ടോ? ഒന്നിനും ഒരു കുറവുമില്ലല്ലോ വാപ്പാ, ഒന്നിനും ഒരു കുറവുമില്ലല്ലോ ഉമ്മ. കഴിക്കാൻ വേണ്ടി ഭക്ഷണമുണ്ട്, ഇടാനതാ വസ്ത്രമുണ്ടോ? എല്ലാം സജ്ജീകരിച്ച് നമ്മുടെ മക്കൾക്ക് അവിടുന്ന് കൊടുത്തിട്ട് പോലും എന്ത് നമ്മുടെ മക്കളതാ വീട് വിട്ടുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. ചോദിക്കുമ്പോ വാപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ടോ? അവരുടെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടോ നമ്മുടെ മക്കളതാ ഇറങ്ങി പോകുമ്പോൾ എന്തേ നമ്മുടെ കുടുംബത്തിൽ അവിടെ നിന്ന് സംഭവിച്ചു പോകുന്നത്? എന്താ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 13 വയസ്സുകാരി കോഴിക്കോട് 13 വയസ്സുകാരി അതാ വീട് വിട്ടുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. ബാഗിലെല്ലാം നിറച്ചു വസ്ത്രങ്ങള് എല്ലാം വെച്ചുകൊണ്ട് രാത്രി ഇറങ്ങിപ്പോയി. ഒരു പേടിയുമില്ല. 13 വയസ്സുകാരി. എന്റെ മാപ്പമാരുമ്മമാരെ, നമ്മുടെ ചെറിയ പ്രായത്തിൽ എങ്ങനായിരുന്നു? നമ്മുടെ ചെറിയ പ്രായത്തിൽ വീട് വിട്ട് സന്ധ്യ സമയത്ത് വീട് വിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പേടിയാ. വീട് വിട്ടുകൊണ്ട് സന്ധ്യ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും നമുക്ക് പേടിയാ. അങ്ങനെ ആയിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് അപകടങ്ങൾ സംഭവിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മൊബൈലിന്റെ അപ്പുറത്തെ തലയിൽ നിന്ന് ഇറങ്ങി വാമോളെ എന്ന് വിളിച്ച് അന്നേരം ഇറങ്ങിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ? നമ്മുടെ കുടുംബത്തില് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇങ്ങനെ അല്ലാഹുവേ മാതാപിതാക്കളെ അനുസരണയില്ലാതെ ഇറങ്ങി പോകുന്ന അവസ്ഥകള് എന്റെ വാപ്പമാരെ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെതായ നൂറാനിയത്തില്ലാത്തത് കൊണ്ടോ അല്ലാഹുവേ നമ്മുടെ കുടുംബങ്ങൾ മുഴുവനും അവിടുന്ന് തകർന്നു പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഓരോ വാപ്പമാരോടും ഉമ്മമാരോടും അവിടുന്ന് പറയുകയോ, അല്ലാഹുവേ നിന്റെ മക്കളും നിന്റെ കുടുംബങ്ങളും ഉണ്ടല്ലോ, നാളെ അല്ലാഹുവേ അവിടുന്ന് ചോദിക്കപ്പെടുകയാണോ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ടോ? നീ ഹജ്ജ് ചെയ്തവനായിരിക്കും, ഉംറ ചെയ്തവനായിരിക്കും, നീ ഒരുപാട് സദഖ കൊടുത്തവനായിരിക്കും, പാതിരാത്രിയിൽ എഴുന്നേറ്റ് കൊണ്ടുപോലും തഹജ്ജുദ് നിസ്കരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മോ, നാളെ
രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് എളിഞ്ഞു പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ അങ്ങ് രക്ഷപ്പെടുമെന്നുള്ള രീതിയിലോ ഞാൻ ഹജ്ജ് ചെയ്തവനാണ്, എല്ലാവരും എന്നെ ഹാജിയാരെന്നാ വിളിക്കുന്നത്, എല്ലാവരും എന്നെ ഹജ്ജുമ്മ എന്നാ വിളിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ദർസിൽ പോയി ഞാൻ പഠിച്ചവനാണ്, കിതാബ് ഓതിയവനാണ്. അല്ലാഹുവേ, എന്റെ ഉസ്താദന്മാരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ വമ്പത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലോ. നിന്റെ മക്കള് നിസ്കരിക്കുന്നുണ്ടോ? നിന്റെ ഭാര്യ അവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ടോ? അപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തോട് അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക, നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണേ. വസ്തബിർ അലൈഹാ. എന്നിട്ടതാ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഉടനെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് പറയുകയാണ്, വസ്തബിർ അലൈഹാ. നിസ്കരിക്കാൻ വേണ്ടി നിന്റെ മക്കളോട് പറയുമ്പോ, ഭാര്യയോട് പറയുമ്പോ, ഭർത്താവിനോട് പറയുമ്പോ, സഹപാഠികളോട് നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ നീ അവിടെ ക്ഷമ അവലംബിക്കണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ നീ അതിൽ ക്ഷമ അവലംബിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തോ? അവിടെ ക്ഷമിക്കേണ്ട കാര്യം എന്താ പെങ്ങള്? എന്തുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞതെന്നറിയുമോ? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറയുമ്പോൾ നിന്റെ മക്കൾക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ്, നിന്നോട് വല്ലാതെ ദേഷ്യം തോന്നുകയാണ്. അവിടുന്ന് പറയുകയാണ്, വാപ്പോ പോയി നിസ്കരിക്കുക വാപ്പ, ഞങ്ങൾ തോന്നുമ്പോ നിസ്കരിച്ചോളാ. ഞങ്ങൾ ഇത്രയും വളർന്നല്ലോ, ഞങ്ങൾ ഇത്രയും വളർന്നല്ലോ, ഞങ്ങൾക്ക് പോയി നിസ്കരിക്കാൻ അറിയാം, വാപ്പ പോയി നിസ്കരിച്ചോ എന്ന് പറയുന്ന മക്കളോ, എടാ പൊന്നുമോര്, അത് വാപ്പാന്റെ കടമയാടാ പൊന്നുമോന്. നീ എത്രത്തോളം കോപിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലോ, എത്ര ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലോ, അത് വാപ്പാന്റെ കടമയാ, വാപ്പാന്റെ കടമയോ. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ നിന്നോട് പറയുന്നത്, എടാ ചെറുപ്പക്കാരോ, അല്ലാഹു നാളെ പിടിച്ചു നിർത്താതിരിക്കാനോ, അല്ലാഹു നാളെ പിടിച്ചു നിർത്താതിരിക്കാനോ, അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് തോറ്റുപോകാതിരിക്കാനോ തന്റെ മക്കളോട് മാതാപിതാക്കൾ അവിടുന്ന് പറയുന്നത് പോലെ നിസ്കരിക്കണോ, ഹറാമിയത്ത് കാണല്ലോ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതാ പറയുന്നത്. അല്ലാഹുവേ, വാപ്പയോട് ഉമ്മയോട് സഹോദരങ്ങളോട് പറയുകയാണ്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഓരോരുത്തരും അവരൊന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പരാജയപ്പെട്ടു പോകാതിരിക്കാനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, അഹ്ലീകും നാറോ വഖൂദുഹാ الناس والحجارة. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, നിന്റെ ശരീരത്തെ നീ അവിടുന്ന് സൂക്ഷിക്കണേ, അഹ്ലീകും നിന്റെ അഹ്ലികാരുടെ ശരീരവും നീ അവിടുന്ന് സൂക്ഷിക്കണേ. നാറോ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തിന്റെ ശരീരത്തെയും നീ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അടിക്കടിക്ക് അവിടുന്ന് പറയുമ്പോൾ എന്റെ വാപ്പമാരും ഉമ്മമാരും നമ്മുടെ മക്കളെ പിടിപിടിച്ചു പോകുന്നത് കാണുമ്പോൾ സങ്കടമില്ലേ വാപ്പാ, സങ്കടമില്ലേ പെങ്ങള്? അല്ലാഹുവേ, നമ്മുടെ മക്കൾക്ക് ഇന്ന് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുകയാണ്, ഏത് സമയത്തും അവർ ഹറാമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിമന്ത്രം കേട്ടിട്ട് പോലും പള്ളിയിലേക്ക് പോകാറ്
ഒന്നുപെടുത്തുകൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത മക്കളോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മോ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മോ, അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, നമ്മളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളോട് ഏൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ അവിടുന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്, നാളെ ചോദ്യം ചെയ്യപ്പെടും. നിന്റെ കുടുംബത്തെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച്, നിന്റെ ജോലിയെ സംബന്ധിച്ച്, നിന്റെ സമ്പാദ്യത്തെ കുറിച്ച്, നീ ഉണ്ടാക്കിയ സമ്പാദ്യമുണ്ടല്ലോ, ആ സമ്പാദ്യത്തെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹദിമാരുടെ ചരിത്രം ഇവിടുന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. മഹദിമാരുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹദിമാരുടെ ചരിത്രം ആരെയാണ്? ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാറംലാ ഇന്ദും വസൈന ബംഗദാ ജുവൈരിയാ للمؤمنين أمهات مرضيا. അല്ലാഹുവേ, മഹദിമാരുടെ ചരിത്രം അവിടുന്ന് നമ്മുടെ മക്കൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. വഴിപിഴച്ചു പോകുമെന്ന് പേടിയുള്ള മക്കളുണ്ടല്ലോ, അല്ലാഹുവേ, ബാംഗ്ലൂരും മറ്റുള്ളതായ സ്ഥലങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുന്ന നമ്മുടെ മക്കളോ, ആ മക്കൾക്ക് നമ്മൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. നമ്മുടെ മഹദിമാരുടെ ചരിത്രം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പെണ്ണുമോള് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ആരായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അവിടുന്ന് നമ്മുടെ മക്കൾക്ക് പഠിക്കേണ്ട ഏറ്റവും നല്ല മാതൃകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ, അവിടുത്തെ ജീവിതത്തിന്റെ 6 ഗുണങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൻ്റെതായ ഗുണങ്ങളുണ്ടല്ലോ, 6 ഗുണങ്ങൾ അവിടുന്ന് പറയുകയാണ്. പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവര്, നമ്മുടെ മക്കൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സ്വഭാവ ഗുണമാണ് ഒന്നാമതായിട്ട് അവിടുന്ന് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സബ്റു. വല്ലാതെ ക്ഷമയുള്ളവളായിരുന്നു ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വെറുതെ ചരിത്രം കേട്ടിട്ട് കാര്യമില്ല ഉമ്മോ, അവിടുത്തെ ജീവിത ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കണേ പ്രിയപ്പെട്ടവര്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട്, യുവത്വത്തിന്റെ പ്രസരിപ്പിലൂടെ കടന്നു പോകുന്ന സഹോദരിമാരോട്, പെങ്ങള്, നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും ഫാത്തിമയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമയെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അത് ക്ഷമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത ക്ഷമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ ക്ഷമയുള്ളവളാണ് ഫാത്തിമ. ഇന്ന് നമ്മുടെ മക്കൾക്കില്ലാത്ത ഒരു സ്വഭാവ ഗുണമെന്ന് പറയുന്നത് ക്ഷമയാണ്. നമ്മുടെ മക്കൾക്ക് ഇന്ന് ക്ഷമയില്ലല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വഴക്കിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന മക്കളോ, വീട്ടിലെ സാധനങ്ങൾ മുഴുവനും തല്ലിപ്പൊട്ടിക്കുന്ന മക്കളാണ്. അല്ലാഹുവേ, വാപ്പാനെ തെറി പറയുന്ന മക്കളാണ്, ഉമ്മാനെ തെല്ലുന്ന മക്കളാണ്, സഹോദരങ്ങളുമായിട്ട് വഴക്കിടുന്ന മക്കളാണ്.
ആ മക്കളോട് അവിടുന്ന് പറയുകയാണ്, ഒന്നാമതായി വേണ്ടത് ക്ഷമയാണടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ടവര്, ആ ക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലോ ഇന്ന് നമ്മൾ കാണുകയാണല്ലോ, അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞുകൊണ്ട് കുടുംബജീവിതം നീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ പുറപ്പെടുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഉമ്മയുടെ മുന്നിലേക്ക് വാപ്പയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട്, വാപ്പാ എനിക്ക് ഡിവോഴ്സ് വേണം വാപ്പോ, അവനുമായിട്ട് ജീവിക്കാൻ കഴിയില്ലോ, അവളുമായി ജീവിക്കാൻ കഴിയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളതാ കടന്നു വരികയാണ്. ഡിവോഴ്സിന് വേണ്ടിയിട്ട് നിന്റെ വാപ്പയുടെയും ഉമ്മയുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ ജീവിത ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാ മതിയടോ. നിന്റെ ഉമ്മയുടെ ജീവിത ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ, നിന്റെ വാപ്പാന്റെ ജീവിത ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ. നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാറ് ജീവിതമൊന്ന് പച്ചപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടോ എത്ര വർഷക്കാലമാണടാ ഗൾഫിൽ പോയി നിന്നത്. അല്ലാഹുവേ, എത്ര വർഷക്കാലമായി 20-30 വർഷം അല്ലാഹുവേ ഗൾഫ് രാജ്യത്തിൽ കിടന്നുകൊണ്ടോ, ആ ചുട്ടുപഴുത്ത മണലാരുണത്തിൽ കിടന്നുകൊണ്ട് ചോര നീരാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരോ, നിനക്ക് വേണ്ടി പ്രയാസപ്പെട്ടവരോ, അവരെത്രത്തോളം കഥകളാ അവർക്ക് പറയാനുള്ളതോ. ആരോടും ഒരു പരാതിയില്ലല്ലോ, ആരോടും ഒരു പരിഭവങ്ങളില്ലല്ലോ. ജീവിതത്തിൽ തന്നെ ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ തന്നെ എത്ര പ്രയാസങ്ങളോ, ഒരുപാട് ബുദ്ധിമുട്ടുകളോ, ഒരുപാട് പ്രയാസങ്ങളോ, പട്ടിണികളോ, ദാരിദ്ര്യങ്ങളോ മുഴുവനും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരു ക്ഷമയോടെ ജീവിച്ചവരാണ്. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് അതിന് കഴിയുന്നില്ലല്ലോ, ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ക്ഷമയില്ലല്ലോ. ആ മക്കളോടാണ് ഇവിടുന്ന് പറയുന്നത്, പൊന്നുമോളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് അറിയുമോ? അവിടുന്ന് വല്ലാതെ ക്ഷമയായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമയുടെ ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യങ്ങൾ വന്നു, ഒരുപാട് പ്രയാസങ്ങൾ വന്നു, എല്ലാം അവിടുന്ന് ക്ഷമിക്കുകയാണ്, എല്ലാം അവിടുന്ന് ക്ഷമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരളലിക്കുന്നതായ ചരിത്രമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഒരു ദിവസം അവിടുന്ന് കടന്നു വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സലാം പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഫാത്തിമയോട് സലാം പറയുന്നു. പക്ഷേ ഫാത്തിമ അവിടുന്ന് സലാം അടക്കുന്നില്ലോ, ഫാത്തിമ അവിടുന്ന് സലാം അടക്കുന്നില്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരാകുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും വല്ലാതെ കരയുകയാ. കുഞ്ഞുമക്കളാണ് രണ്ടുപേരും, വല്ലാതെ അവിടുന്ന് നിലവിളിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, ആ പൊന്നുമക്കളെ കിടന്ന് കരയുന്നത് കണ്ടോ ഫാത്തിമ? ഒരൽപ്പം പാല് കൊടുത്തൂടെ ഫാത്തിമ? ഒരൽപ്പം പാല് കൊടുത്തൂടെ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, അവിടുന്ന് ഫാത്തിമ മിണ്ടുന്നില്ലോ. വീണ്ടും അവിടുന്ന് സലാം പറയുകയാണ്, വീണ്ടും അവിടുന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കരച്ചിൽ കേട്ടിട്ട് സഹിക്കുന്നില്ലോ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുന്ന, ഫാത്തിമ, ആ പൊന്നുമക്കൾക്ക് ഒരൽപ്പം പാല് കൊടുത്തൂടെ, ഒരൽപ്പം പാല് കൊടുത്തൂടെ, അവരുടെ വിശപ്പൊന്ന് അടക്കിക്കൂടെ ഫാത്തിമ? അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടുന്നില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ദാ ചാരിയിരിക്കുകയാണ്. രണ്ട് മക്കളും കിടന്നുകൊണ്ട് കരയുകയാണ്. വല്ലാത്തൊരവസ്ഥയാ കാണുന്നത്, വല്ലാത്തൊരവസ്ഥയാ അവിടുന്ന് കാണുന്നത്. ഫാത്തിമയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി തങ്ങളെ കടന്നു പോയിട്ട്, മോളെ ഫാത്തിമ, എന്തേ ഞാൻ
പറഞ്ഞത് കേട്ടില്ലേ മോള്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സലാം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സലാം അടക്കാൻ പോലും അവിടുന്ന് കഴിവില്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് സലാം അടക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ അല്ലാഹുവിന്റെ നബിയേ, എന്റെ മക്കൾക്ക് അതാ എന്റെ മാറിടത്തിൽ നിന്ന് പാല് കൊടുക്കാറ്, എന്റെ മക്കൾക്ക് മാറിടത്തിൽ നിന്ന് പാല് കൊടുക്കാൻ പോലും അവർക്ക് പാലില്ല നബിയേ, പാലില്ല നബിയേ. അവർ ഊറ്റി കുടിക്കുമ്പോ രക്തമാണ് നബിയേ വരുന്നത്. എന്റെ മാറിടത്തിൽ നിന്ന് അവർ ഊറ്റി കുടിക്കുമ്പോ രക്തമാണ് നബിയേ വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ ഒരു വാപ്പയോടാണ് അവിടുന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ഈ ചരിത്രം കേട്ടുകൊണ്ട് നിൽക്കുന്ന വാപ്പമാരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, നമുക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? എവിടെയാടാ കെട്ടിക്കൊണ്ട് വന്നവനോ മരുമകന്റെ നെഞ്ചത്തോട് നമ്മൾ അവിടെ നിന്ന് കയറുകയാണ്, അവൻ അടി കൊടുക്കുകയാണ്, അവനെ ഗുണ്ടകളെ വിട്ടുകൊണ്ട് തല്ലിക്കുകയാണ്, അവനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയാണ്, അവനെ കോടതിയിൽ കയറ്റുകയാണ്. കോടതിയോട് നമ്മൾ പറയും, എന്റെ മകളെ പട്ടിണി കിട്ടൂ, എന്റെ കുഞ്ഞുമക്കളെ പട്ടിണി കിട്ടൂ, അവന് കൊണ്ടതുകൊണ്ട് തൂക്കിക്കൊല്ലണമെന്ന് പോലും നമ്മൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ അവിടെ നിന്ന് പറയുന്നത്? മോളെ ഫാത്തിമ, അലിയന്റെ പൊന്നുമോള്, അലിയാര് തങ്ങളെന്ത് ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അലി വല്ല ഭക്ഷണവും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ അവസ്ഥ കണ്ടിട്ട് ഇറങ്ങി പോവുകയാണ്, വീട് വിട്ടുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളതാ നടന്നതാ ഒരു തോട്ടത്തിലെത്തി. ഒരു മജൂസിയായ മനുഷ്യന്റെ തോട്ടത്തിലേക്കാണ് വരുന്നത്. അവിടെ വന്നുകൊണ്ട് യജമാനനോട് പറയുകയാ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആരാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജൂസിയായ മനുഷ്യനോട് ഒരു ജോലി എനിക്ക് തരുമോ? എന്റെ കുടുംബം വല്ലാത്ത പട്ടിണിയിലാണെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് അവിടുന്ന് പറയുന്നു, നീ ആ കാണുന്ന ഈ തപ്പനമുണ്ടല്ലോ, ആ ഈ തപ്പനയ്ക്ക് വെള്ളം കോരിയിട്ട് വാ. എന്താണ് നിനക്ക് കൂലി വേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുക, ഒരുപാട് കൂലിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, 4-5 ഈത്തപ്പഴം മാത്രം എനിക്ക് തന്നാ മതി, എന്റെ പൊന്നു മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കാനോ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് മജൂസിയായ മനുഷ്യൻ വന്നിട്ട് അതാ ഒരു ബക്കറ്റ് കൊടുക്കുകയാണ്. ആ ബക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ആ കാണുന്ന കിണറ്റിലേക്ക് ചെന്നിട്ട് വെള്ളം കോരിയിട്ടതിനാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ, ആ ഈത്തപ്പനയുടെ ചോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നീ പറയുന്നത് ഞാൻ തരാമെന്ന് മജൂസി പറയുമ്പോൾ അല്ലാഹുവിന്റെ പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബക്കറ്റുമായി പോവുകയോ, ആ തൊട്ടിയും എടുത്തുകൊണ്ട് കിണറ്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് അതാ അവിടുന്ന് വെള്ളം കോരിയിട്ട് കിടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ആ മജൂസിയായ മനുഷ്യൻ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുന്നത് കാണുകയാണ്. ആ കയറ് പൊട്ടിയിട്ട് 1 കോരി 2 കോരി 3-ാമത്തെ വെള്ളം അവിടുന്ന് കോരുമ്പോൾ ആ കയറവിടുന്ന് പൊട്ടിയിട്ട് വെള്ളതാ ബക്കറ്റ് താഴേക്ക് വീഴുകയാണ്. മജൂസിയായ മനുഷ്യൻ അവിടുന്ന് വന്നിട്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഒരടി കൊടുക്കുകയോ, ഒരൊറ്റ അടി കൊടുത്തുകൊണ്ട് ചോദിക്കുന്നു, നീ എന്ത് പരിപാടിയാ കാണിച്ചത്? എന്റെ ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടില്ല, ആ ബക്കറ്റ് കിണറ്റിൽ നീ എടുക്കാതെ കണ്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയിട്ട് ബക്കറ്റ് എടുക്കുകയാണ്. ബക്കറ്റ് എടുത്തുകൊണ്ട് വീണ്ടും വെള്ളം കോരിയിട്ടതാ ഒഴിക്കുകയാണ്. എന്നിട്ട് യജമാനന്റെ മുന്നിലേക്ക് ചെന്നിട്ടു റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുന്നു, നിങ്ങൾ പറഞ്ഞ പണി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കൂലി എനിക്ക് തരണമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര്,
അല്ലാഹുവേ അവിടുന്ന് കൂലി കൊടുക്കുകയാണ്. ഈത്തപ്പഴം അതാ കയ്യിലേക്ക് കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വന്നു. അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിലേക്ക് അവിടുന്ന് കയറുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് കയറുകയാണ്, വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഫാത്തിമയോട് പറയുന്ന, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലതാ ഈത്തപ്പഴം വെച്ച് നീട്ടിയിട്ട് പറയുന്ന, മോള് ഈ ഫാത്തിമ ഈ കാണുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് മക്കൾക്ക് കൊടുക്കുമെന്നോള്. അവരുടെ വിശപ്പടങ്ങട്ടെ ഫാത്തിമ, അവരുടെ വിശപ്പടങ്ങട്ടെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ മകള് വല്ലാതെ ദാരിദ്ര്യത്തിലോ, തന്റെ മകള് വല്ലാതെ ദാരിദ്ര്യത്തിലാണ്, വല്ലാതെ പ്രയാസത്തിലാണ്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയില്ലോ, തന്റെ മരുമക്കളെ ഇവിടുന്ന് കുറ്റപ്പെടുത്തിയില്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ ഈ ക്ഷമയ്ക്കെന്താ പ്രതിഫലമെന്നറിയുമോ? നിന്റെ കുടുംബ ജീവിതത്തിൽ വന്ന പരാജയത്തിനു, നിന്റെ കുടുംബ ജീവിതത്തിൽ വന്നിരിക്കുന്ന കഷ്ടപ്പാടിനു നീ ക്ഷമിക്കുന്നതിന് നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ആദ്യമായി തുറക്കാൻ കഴിയുമെന്നോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത ക്ഷമയായിരുന്നു. നമ്മുടെ മക്കൾക്ക് കഴിയുമോ? നമ്മുടെ മക്കൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാൻ കഴിയുമോ? അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാര്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതിനൊക്കെ വലിയ പ്രതിഫലമാണ്. കുടുംബ ജീവിതത്തില് നമ്മൾ സഹിക്കുന്ന ഓരോ കഷ്ടപ്പാടും നമ്മൾ പറയാറുണ്ട്, പെങ്ങന്മാരൊക്കെ പറയാറുണ്ട്, സഹോദരിമാരൊക്കെ പറയാറുണ്ട്, എനിക്ക് എത്ര ജോലിയാണെന്നറിയോ? രാവിലെ തുടങ്ങുന്ന ജോലിയാ, വൈകുന്നേരം ആയാലും തീരൂല. ശരിയാ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിപ്പോകും, ഭർത്താക്കന്മാര് രാവിലെ ഇറങ്ങിപ്പോകും, വൈകുന്നേരം വരുമ്പോ അവന് വേണ്ടുന്ന ചായയായി, ചോറായി, കറിയായി, മറ്റുള്ള ആഹാരങ്ങളൊക്കെ ആയി, മക്കളുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒന്നും അറിയണ്ട. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യമാര് ചെയ്യുന്ന ഏറ്റവും വലിയതായ അനുഗ്രഹം, ആ ഭാര്യമാര് വഹിക്കുന്ന ഏറ്റവും വലിയതായ ജോലി, ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വൈകുന്നേരം വീട്ടിൽ കയറി വരുമ്പോ നമ്മുടെ ഭാര്യ അവിടെ കിടക്കുമ്പോ, നിനക്ക് എപ്പോഴും കിടത്തേ ഉള്ളല്ലോ, നമ്മൾ ചോദിക്കുന്നയാ, നിനക്ക് എപ്പോഴും കിടത്തേ ഉള്ളൂ, ഇരുത്തേ ഉള്ളൂ, നിനക്ക് എപ്പോഴും അസുഖമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, സഹോദരന്മാരെ, ആ ഭാര്യ രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ് നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ മക്കള്. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ നൽകി, ആ മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, അവരെ സ്കൂളിൽ വിടണമെങ്കിൽ സ്കൂളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, യൂണിഫോമുകളൊക്കെ വൃത്തിയാക്കി തേച്ച് മിനുക്കി അവരെ കുട്ടപ്പരാക്കി, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ സ്കൂളിലേക്ക് വിടുന്നു. വൈകുന്നേരം വരുമ്പോ മക്കൾക്ക് ചായ വേണം, കടി വേണം, എല്ലാം അവിടുന്ന് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് അവരെ ഇരുത്തി പഠിപ്പിക്കുക. നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്? ആ മക്കൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും നീ ചെയ്തു കൊടുക്കുന്നുണ്ടോ? നീ കഷ്ടപ്പെടുന്നു, പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ ഭാര്യ ചെയ്യുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നീ ഒന്ന് മനസ്സിലാക്ക്. അവരനുഭവിക്കുന്ന ത്യാഗം ഒന്ന് മനസ്സിലാക്ക്. അത് മനസ്സിലാക്കി തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോട് വല്ലാത്ത കാരുണ്യമായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബ ജീവിതം കണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനം കൊള്ളുമായിരുന്നു. എന്റെ മകൾക്ക് ഇത്രയും ക്ഷമിക്കാൻ കഴിയുമോ? എന്റെ മകൾക്ക് ഇത്രയും ക്ഷമിക്കാൻ കഴിയുമോ? എന്തോ ഒരു ക്ഷമയാ ജീവിതത്തിൽ, എന്തോ ഒരു ക്ഷമയാണ്. എന്റെ പൊന്നുമോള് വല്ലാതെ ക്ഷമിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ, അല്ലാഹു പൊന്നുമോളെ, നിനക്ക് വേണ്ടിയിട്ട് അവിടുന്ന് സ്വർഗം പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് വല്ലാത്ത ക്ഷമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഗുണമെന്തോ നമ്മുടെ മക്കൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വല്ലാത്ത ലാളിത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ജീവിതം വളരെ ലളിതമായി കൊണ്ടുപോയവരാണ്, ഒരുപാട് ആർഭാടങ്ങളുള്ളവരായിരുന്നില്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത ലാളിത്യമായിരുന്നു, വല്ലാതെ ലളിതമായ ജീവിതമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ അലിയാരിതങ്ങള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ, ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്തെങ്കിലും സമ്പാദ്യമായി കടന്നു വന്നാൽ അലിയേ ഈ സമ്പാദ്യത്തിന് പോലും അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കണക്ക് പറയണമല്ലോ അലിയേ, അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കണക്ക് പറയണമല്ലോ അലിയേ എന്ന് പോലും അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുമായിരുന്നു. അല്ലാഹുവേ, സമ്പത്ത് കാണുമ്പോ വല്ലാത്ത പേടിയോ, സമ്പത്ത് കാണുമ്പോ വല്ലാത്ത പേടിയാണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നാളെ നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്തോ ആ സമ്പാദ്യത്തിന് പോലും അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ എന്നോ എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മുടെ ഭർത്താവ് അതാ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ കുറെ പണവുമായിട്ട് കടന്നു വന്നാൽ, ഒരുപാട് സമ്പാദ്യമായി കടന്നു വന്നാൽ, അല്ലാഹുവേ ലാഭങ്ങളുമായിട്ട് കടന്നു വന്നാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമുക്ക് വല്ലാത്ത സന്തോഷമല്ലേ, നമുക്ക് വല്ലാത്ത സന്തോഷമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ കാണുമെന്ന് ലാഭമില്ലാതെ വന്നാൽ നമുക്ക് വല്ലാത്ത സങ്കടമോ, നമുക്ക് വല്ലാത്ത സങ്കടമാണ്. ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമ്പോ, ഇക്ക നിങ്ങൾക്ക് എത്രയാ കിട്ടിയത്, ഇന്നത്തെ കച്ചവടം എത്രയാണ്, ഇന്നത്തെ ലാഭം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇക്ക അവിടുന്ന് സങ്കടത്തോടെ പറയുകയാണ്, മോളെ ഇന്ന് ലാഭം കുറവാണ്, ഇന്ന് ലാഭം വല്ലാതെ കുറവായിരുന്നല്ലോ, ഇന്ന് കച്ചവടം വല്ലാതെ ഡള്ളായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടുന്ന് അല്ലാഹുവേ നമുക്ക് വല്ലാത്ത സങ്കടമാണ്, സഹോദരിമാർക്ക് വല്ലാത്ത സങ്കടമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര് സങ്കടത്തോടെ ജീവിക്കുന്നവര്, ഒരു ദിവസം നിനക്ക് ലാഭം കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരിക്കലും സങ്കടപ്പെടണ്ടോ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തോ, എന്നെ ശ്രവിക്കുന്ന ഉമ്മമാര് സഹോദരിമാര്, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ നീ ഒരിക്കലും സങ്കടപ്പെടരുത്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരൽപ്പം സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ നബിയേ എന്ത് വേണമെങ്കിലും അവിടുന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ നബിയേ, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടുമല്ലോ നബിയേ. അതുകൊണ്ട് സമ്പാദ്യത്തിൽ നിന്ന് ഒരൽപ്പം അവിടുന്ന് ചോദിച്ചാൽ അല്ലാഹു തരുമല്ലോ നബിയേ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വകന ബിതർകിൽ മുസ്തഹ വൽ ഫാഖിരി മിമ്മ തഅമിൻ മലാബിസിൻ വമനാസിലോ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, വകന ബിതർകിൽ മുസ്തഹ വൽ ഫാഖിരി മിമ്മ തഅമിൻ മനാബിസ് വമലാബിസോ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ പൊന്നുമോള്. റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം നിങ്ങള്. അത് വീടാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞു നോക്കൂ. ആ ജീവിതത്തിൽ വല്ലാതെ ബർക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവേ, ഇന്നൊരു കല്യാണം വന്നാൽ, ഈ ഞായറാഴ്ച ഒരു കല്യാണം വന്നാൽ അല്ലാഹുവേ ഭർത്താവിനെയും കൂട്ടിയിട്ട് നമ്മളതാ കടയിലേക്ക് പോവുകയാണ്.
ഞായറാഴ്ച കല്യാണമുണ്ട്, അതുകൊണ്ട് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം, എനിക്കും ഡ്രസ്സ് എടുക്കണം. ഭർത്താവ് ചോദിച്ചു, മോളെ ആ അലമാരി നിറച്ച് ഡ്രസ്സ് ഇല്ലടി, മൊത്തം ചുരിദാറാ, മുഴുവനും ചുരിദാറാ. എന്തെല്ലാം രീതിയിലുള്ള ഏതെല്ലാം കളറുള്ള സാധനം നമ്മുടെ അലമാരിയിൽ ഇരിക്കുന്നു, ഏതെങ്കിലും ഇട്ടുകൊണ്ട് പോയാൽ പോരെ? പറ്റൂല. മാമിയുടെ മോള് വരുന്നുണ്ട്, അവള് 4000-ന്റെ ചുരിദാർ ഇട്ടുണ്ടാ വരുന്നത്. അവള് 4000-ന്റെ ചുരിദാർ ഇട്ടുണ്ടാ വരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഉടങ്കലി ചുരിദാർ ഇട്ടുകൊണ്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ പോവില്ല. എന്നാ പിന്നെ ഞാൻ പോവില്ല. ഭർത്താവ് കുടുങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ടവൻ നല്ലൊരു മുണ്ട് മേടിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ആ പാവപ്പെട്ടവൻ നല്ലൊരു വസ്ത്രം മേടിച്ചിട്ട് എത്ര നാളായി? ഇവിടെ അലമാര നിറച്ച് ചുരിദാർ വെച്ചിട്ട് പോലും അത് മതിയാവൂല. അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ ബീവിയോട് ചോദിച്ചു, നിങ്ങളെ പോലെ ചോരയും നീരയുമുള്ള യുവത്വത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുകയാണ്, തന്റെ ഭർത്താവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, ഇച്ചിരി സമ്പാദ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തരില്ലേ നബിയേ? അല്ലാഹു തരില്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ വഖന ബിതുർക്കിൽ മുസ്തഹ വൽ ഫാഖിരി, വഖന ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിൽ വല്ലാത്ത ബർക്കത്താണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. നമ്മുടെ മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്കുള്ള വസ്ത്രങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കും. ഉള്ളതിൽ വല്ലാതെ ബർക്കത്തുണ്ടാകണം. ഉള്ളതിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് നല്ല ചോറുണ്ട്, ചമ്മന്തി കറിയേ ഉള്ളൂ, അൽഹംദുലില്ലാ, അതിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനല്ലേ വേണ്ടത്? ഇല്ലാത്തത് ആഗ്രഹിച്ച് വെറുതെ പ്രഷർ കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ലാത്തത് ആഗ്രഹിച്ച് വെറുതെ പ്രഷർ കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, എന്റെ പ്രിയപ്പെട്ടവര്, എങ്ങനെ ഷുഗർ വന്നത്, എങ്ങനെ പ്രഷർ വന്നത്? ചെറുപ്പക്കാര് 40-50 വയസ്സുള്ള ചെറുപ്പക്കാര് അറ്റാക്ക് വന്ന് മരിക്കുക. 40-50 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ടവര്, നല്ല ചുറുചുറുക്കോടെ നടന്നു പോയവര് മരിപ്പ് കേൾക്കുന്ന സമയത്ത് പറയാ, മോനെ ജബ്ബാർ മരിച്ചു. എത്ര വയസ്സ്? 47 വയസ്സ്. അല്ലാഹുവേ, ഇന്നലെ ഇവിടെ വന്ന് ചായ കുടിച്ച മനുഷ്യനാ, ഇന്നലെ ഇവിടെ വന്ന് ചായ കുടിച്ച മനുഷ്യൻ അതേ മരിച്ചെന്ന് കേൾക്കുന്നു. എന്ത് പറ്റി? അറ്റാക്ക്. ഒരു കുഴപ്പമില്ല, ചെറുപയർ പോലെ ഓടി നടന്ന മനുഷ്യൻ, ഒരു കുഴപ്പമില്ലാതെ ഓടി നടന്ന മനുഷ്യൻ, അദ്ദേഹം മരിച്ചു. സുബ്ഹാനല്ലാഹ്, അറ്റാക്ക് ആണെന്ന് പറഞ്ഞത്. എന്ത് അറ്റാക്ക്? എങ്ങനെ വന്നു അറ്റാക്ക്? എന്റെ പ്രിയപ്പെട്ട, ഒരു കുഴപ്പമില്ലാത്തവർക്ക് അറ്റാക്ക് വന്നു. വല്ലാത്ത പ്രഷറാണ്, ഉള്ളിൽ വല്ലാത്ത പ്രഷറാണ്. എങ്ങനെ ജീവിക്കും ഉസ്താദെ? ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, എങ്ങനെ ജീവിക്കും ഉസ്താദെ? 40,000 ശമ്പളം കിട്ടിയാലും 50,000 ശമ്പളം കിട്ടിയാലും എന്റെ വീട്ടിൽ തികയുന്നില്ല, സാധനങ്ങൾ വാങ്ങാൻ പോലും തികയുന്നില്ല എന്നെന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ മക്കള് ചെറുപ്പക്കാരപ്പെടുന്ന പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്ക്, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. 20,000-40,000 50,000 ലക്ഷങ്ങൾ കിട്ടിയിട്ട് ശരിയാകുന്നില്ല, ലക്ഷങ്ങൾ കിട്ടിയിട്ട് മതിയാകുന്നില്ല. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓരോ ചെറുപ്പക്കാരുടെയും ജീവിതം വല്ലാത്ത ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എവിടെങ്കിലും കാണുന്നതിന് വലിച്ചുകൊണ്ട് വരരുത്, എവിടെങ്കിലും കാണുന്നതിന് വലിച്ചുകൊണ്ട് വരരുത്. നല്ല സ്വാലിഹത്തായ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ പെണ്ണിനെ നീ നോക്കിക്കെട്ട്. കുടുംബം നോക്ക്, സൗന്ദര്യം നോക്ക്, സമ്പത്ത് നോക്ക്, നീയുമായിട്ട് ചേരുന്നത് നോക്ക്. സമ്പത്തും കുടുംബവും ഒക്കെ പോട്ടെ, ദീനുണ്ടോ എന്ന് നോക്ക്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ദീനുണ്ടോ എന്ന് നോക്ക്, അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് നോക്ക്. എന്നിട്ടേ കൊണ്ടുവരാവുള്ളൂ. ഇല്ലെങ്കിൽ കുടുങ്ങും, ഇല്ലെങ്കിൽ പ്രഷർ വരും, ഇല്ലെങ്കിൽ അറ്റാക്ക് വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതേപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുണങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമത്തെ ഗുണം എന്തെന്നറിയുമോ?
ലാളിത്യമായ ജീവിതമായിരുന്നു, ലളിതമായ ജീവിതമായിരുന്നു. ഒന്നും അവിടുന്ന് ആഗ്രഹിച്ചിരുന്നില്ലോ, ഒന്നും അവിടുന്ന് ആഗ്രഹിച്ചിരുന്നില്ലോ. അല്ലാഹുവേ, ഒരിക്കൽ അലിയാര് തങ്ങൾ വന്നുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളാണ്, അല്ലാഹുവേ എന്ത് വേണമെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ, രാജ്ഞിയായിട്ട് ജീവിക്കാമായിരുന്നല്ലോ, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കുമായിരുന്നല്ലോ. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഒരാളോടും ഒന്നുപോലും ആവശ്യപ്പെടില്ലോ. ഒരിക്കൽ അലിയാര് തങ്ങൾ വന്നുകൊണ്ട് ഫാത്തിമയോട് പറയുകയാണ്, മോളെ ഫാത്തിമ, നമ്മൾ വല്ലാത്ത ദാരിദ്ര്യമാണ് കടന്നു പോകുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിന്നോട് പറയുകയാണ്, നിനക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം പോയാ മതി. അല്ലാഹുവേ, അലിയാര് തങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലീമത്ത് മുതൽ കിട്ടിയിരിക്കുകയോ, ഒരുപാട് അടിമകളുണ്ടോ, ഒരുപാട് സ്വത്തുക്കൾ അവിടെ വന്നുകൂടി കിടക്കുന്നുണ്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയോട് അലിയാര് തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവിടെ കടന്നു ചെന്നിട്ടോ, ഒരടിമയെ തരാൻ പറയൂ ഫാത്തിമ, നിന്റേതായ ജോലിയൊന്ന് കുറയാറ്, നിന്റെ പ്രയാസങ്ങളൊന്ന് കുറയാറ്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണല്ലോ. കിലോമീറ്ററുകൾ ദൂരത്തേക്ക് പോയിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു എന്റെ വീട്ടിന്റെ പ്രിയപ്പെട്ടവര് വീട്ടിലേക്കുള്ള വെള്ളം പോലും ചുമന്നുകൊണ്ട് വരുന്നത്. ചരിത്രം നോക്കിയാൽ അറിയാമടി പൊന്നുമോള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോടെ ചരിത്രമൊന്ന് പഠിച്ചു നോക്കൂ. അല്ലാഹുവേ, കിലോമീറ്ററുകൾ ദൂരത്തേക്ക് പോയിട്ട് വെള്ളം കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, തന്റെ കൈ കൊണ്ട് പാറ എടുത്തുകൊണ്ടാണ് പൊടിച്ചുകൊണ്ട് മാവുണ്ടാക്കുന്നത്. അല്ലാഹുവേ, ഇത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അലിയാര് തങ്ങൾ അവിടുന്ന് ഫാത്തിമയോട് പറയുകയാണ്, വീട്ടിലേക്ക് ചെല്ല് ഫാത്തിമ, റസൂലുള്ളാഹി തങ്ങളോടൊന്ന് ചോദിക്കു ഫാത്തിമ, ഒരുപാട് വലീമത്തിന്റെ മുതൽ അവിടുന്ന് കിട്ടിയിരിക്കുകയാണ്, ഒരുപാട് സമ്പത്ത് അവിടുന്ന് കിട്ടിയിരിക്കുകയാണ്. ആ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം മേടിക്ക് ഫാത്തിമ, ആ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം മേടിച്ചു കൊണ്ടുവാ ഫാത്തിമ, ഒരടിമയെ കിട്ടിയാൽ നിനക്ക് സഹായമാകുമല്ലോ ഫാത്തിമ. അല്ലാഹുവേ, അലിയാര് തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് അവിടുന്ന് കടന്നു പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മനസ്സോടെ കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്, സലാം പറയുകയാണ്, വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ മകള് വന്നുകൊണ്ട് ഉപ്പയുടെ മുന്നിൽ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോ നമ്മുടെ മക്കള് വന്ന് നിൽക്കുമ്പോൾ എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപുഞ്ചിരിയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ കാലങ്ങളിൽ പോലും അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത ഇഷ്ടമുള്ള പൊന്നുമോളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടാൽ ഫാത്തിമയോട് സലാം പറയാതെ പോകില്ലോ. യാത്ര കഴിഞ്ഞുകൊണ്ട് മടങ്ങി വന്നാൽ ഫാത്തിമയോട് സലാം പറയാതെ തിരിച്ചു കയറില്ലോ. അത്രത്തോളം ഇഷ്ടപ്പെടുന്ന പൊന്നുമോളാ മുന്നിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നത്. എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ കൊടുക്കാവുന്ന ഇഷ്ടമുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പോലെ നടക്കുന്ന, ചിരിക്കുന്ന, ഇരിക്കുന്ന, അതേപോലുള്ള ശരീര പ്രകൃതിയുള്ള ഫാത്തിമയാണ്. എന്റെ ഖദീജയുടെ പൊന്നുമോളാണ്, എന്റെ ഖദീജയുടെ പൊന്നുമോളാണ്, എന്റെ ഖദീജ എനിക്ക് സമ്മാനമായി തന്ന പൊന്നുമോളാണ് ബീവി ഫാത്തിമ. ആ ഫാത്തിമയാണ് എന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, എന്റെ ഫാത്തിമ,
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങേക്ക് ഒരുപാട് ഗനീമത്തിന്റെ മുതൽ കിട്ടിയെന്ന് പറഞ്ഞു നബിയേ. അല്ലാഹുവേ, തന്റെ പിതാവിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ അറിയാമല്ലോ, വല്ലാതെ പ്രയാസകരമായ ജീവിതത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്റെ കരങ്ങളിലേക്കൊന്ന് നോക്കൂ, എന്റെ കൈകളിലേക്കൊന്ന് നോക്കൂ. എന്റെ കരങ്ങൾ മുഴുവനും തഴമ്പ് വെച്ചുകൊണ്ട് പൊട്ടിയിരിക്കുകയോ, വീട്ടിന്റെ ജോലി കാരണമായിട്ട് എന്റെ കയ്യിൽ പോലും തഴമ്പ് വന്നിട്ട് പൊട്ടിപ്പോയിരിക്കുകയാണോ. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പിതാവിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊന്നുമോള് കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയോ, ഫാത്തിമാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് കൊഞ്ചി കൊഞ്ചി കാര്യങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, യാ റസൂലല്ലാഹ്, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സഹായത്തിനോ ഒരുപാട് അടിമകളെ കിട്ടിയല്ലോ നബിയേ, അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും എനിക്ക് തരണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയുടെ കയ്യിൽ തലയിലേക്ക് കൈവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമയോട് പറയുന്ന, മോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഗനീമത്ത് മുതലല്ലോ, നിന്റെ വാപ്പയുടെ മുന്നിലേക്ക് വന്ന ഗനീമത്തിന്റെ മുതലുകളുണ്ടല്ലോ, ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരുപാട് സമ്പത്തുകളുണ്ടല്ലോ, അതൊന്നും എന്റെ പൊന്നുമോക്ക് വേണ്ടിയിട്ടുള്ളതല്ലോ, അതൊന്നും എന്റെ പൊന്നുമോക്ക് വേണ്ടിയിട്ടുള്ളതല്ലോ. അതൊക്കെ അതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പാപങ്ങളായ സ്വഹാബാക്കളുണ്ട്, ഒരുപാട് പാപങ്ങളായ സ്വഹാബാക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടേതായ ഹക്കായ മുതലാണ്, അവർക്കത് ബാധ്യതയുള്ള മുതലാണ്, അവർക്ക് വീതിച്ചു കൊടുക്കേണ്ട മുതലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തിരിഞ്ഞു നടക്കുകയാണ്. വേണ്ടായിരുന്നല്ലോ, ചോദിക്കാൻ വേണ്ടി വരണ്ടായിരുന്നല്ലോ, എന്റെ വാപ്പാടെ മുന്നിലേക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് വരണ്ടായിരുന്നു. എന്ത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ വേണമെങ്കിലും ഞാൻ സഹിച്ചുകൊണ്ട് ജീവിക്കാമായിരുന്നു എന്ന മട്ടേന അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മടങ്ങി പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിക്കുകയാണ്, മോളെ ഫാത്തിമ, ഒരല്പസമയം അവിടെ നിൽക്കണേ ഫാത്തിമ. എന്റെ പൊന്നുമോള് വന്നാൽ, എന്റെ പൊന്നുമോൾ എന്റെ വീട്ടിലേക്ക് വന്നാൽ വെറുതെയോടെ വിടാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നിൽക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നില്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തലകുലിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടതാ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന, മോള് ഫാത്തിമ, നീ എന്താ മോളെ ഇങ്ങനെ ദുനിയാവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ടെൻഷൻ ആകുന്നത്? ദുനിയാവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് എന്തിനാണ് ഫാത്തിമ നീ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, പ്രയാസപ്പെടുന്നത്? ദുനിയാവ് നമുക്കുള്ളതല്ലല്ലോ മോള്. നാളെ സ്വർഗത്തിന്റെ റാണിയായിട്ട് സ്വർഗത്തിൽ ആദ്യം കയറേണ്ട പെണ്ണല്ലേ. എല്ലാവരും വന്ന് പുറകിൽ നിൽക്കുമ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, ലോകത്തുള്ള മുഅ്മിനാത്തുകൾ മുഴുവനും, ലോകത്തുള്ള മുഴുവനും അല്ലാഹുവിൻ്റെതായ പടപ്പുകള് എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുമ്പോൾ, എല്ലാ മുഅ്മിനാത്തുകളും വന്ന് നിൽക്കുമ്പോൾ അവരുടെ നേതാവായ സ്വർഗത്തിന്റെ കിരീടമണിഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെതായ വാതിൽ തുറക്കേണ്ടവളല്ലേ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കേണ്ടവളല്ലേ മോളെ ഫാത്തിമ. ഈ ദുനിയാവിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനനുസരിച്ച് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവിടുന്ന് തരികയാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാൻ അവിടുന്ന് പറഞ്ഞു തരാം. ആ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ അവിടുന്ന് ഉൾക്കൊള്ളുക. ആ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഈ കാര്യങ്ങൾ, ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് കിടന്നാൽ നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിനക്ക് ലഭിക്കുമെന്ന്. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും കിട്ടിയതുപോലെയാണ് ഈ ദിക്ർ നിനക്ക് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളോട് പറയാ, മോളെ നിനക്ക് ദുനിയാവും മതി ആഖിറവും മതി, ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് എത്ര കൊടുത്താലും നമുക്ക് മതി വരൂല അല്ലേ? നമ്മുടെ പെൺമക്കൾക്ക് 100 പവൻ കൊടുത്തു പോരാ, 150 കൊടുക്കണമായിരുന്നു അല്ലേ? എത്ര കൊടുത്താലും മതി വരൂല. ഉണ്ടാക്കിയത് മുഴുവനും വിറ്റുപറക്കി നമ്മുടെ മക്കളെ വിവാഹം ചെയ്തയക്കുകയാ. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുകയാ. കാർ വേണമെന്ന് പറയാൻ കാറ്, ബൈക്ക് വേണമെന്ന് പറയാൻ ബൈക്ക്. ഇപ്പൊ ബൈക്കൊന്നും ആരും ചോദിക്കില്ല, കാറൊക്കെ ചോദിക്കുന്ന. BMW ഉണ്ട്, അത് മതി. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് വേണമെങ്കിലും കൊടുക്ക്, കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച്, ആഖിറത്തെ കുറിച്ചൊരു ചിന്ത മക്കൾക്ക് കൊടുക്കണം. അല്ലാഹുവേ എന്ത് വേണമെങ്കിലും കൊടുക്കുകയാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മകളോട് അവിടുന്ന് പറയുന്ന, മോളെ നീ ദിക്ർ ചൊല്ല്. ഇന്നവരെ ഏതെങ്കിലും ബാപ്പമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇന്നവരെ വിവാഹം കഴിച്ചയക്കുന്ന നമ്മുടെ പെൺമക്കളോട്, ആൺമക്കളോട് ഇന്നേവരെ നമ്മൾ പറഞ്ഞു കൊടുത്തു, മോളെ ഈ ദിക്ർ ചൊല്ലിയിട്ട് നീ പതിവാക്ക്, ഈ ദിക്ർ നീ പതിവാക്ക്. നിന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും, നിന്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു തആല തരും. ഇന്നേവരെ നമ്മുടെ വാപ്പമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ഈ ദിക്ർ നീ ചൊല്ലി, നിനക്ക് ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മടങ്ങി പോകുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ വീട്ടിലേക്ക് ചെന്നിട്ടതാ ഇന്നത്തെ രാത്രിയിൽ നീ അവിടുന്ന് കിടന്നുറങ്ങുമ്പോൾ 3 ദിക്റുകൾ ചൊല്ലാതെ അവിടുന്ന് കിടന്നുറങ്ങല്ലേ ഫാത്തിമ. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം അവിടുന്ന് ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം അവിടുന്ന് ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം അവിടുന്ന് ചൊല്ലിക്കോ. ആ ദിക്ർ ചൊല്ലിയിട്ട് നീ കിടന്നാൽ നിനക്ക് ദുനിയാവും മതിയാകുന്നതാണ്, ആഖിറവും മതിയാകുന്നതാണ്. നിന്റെ ദുനിയാവിൽ വല്ലാത്ത ബറക്കത്തുണ്ടാവും, നിന്റെ ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്തുണ്ടാവും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് അറിയുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വല്ലാത്ത ലാളിത്യത്തോടെ ജീവിക്കുന്നവരാണ്, വല്ലാതെ ലളിതയോടെ ജീവിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമ്പത്ത് ആഗ്രഹിച്ചിരുന്നവരല്ലോ, വലിയ മണിമാളികളെ രാജ്ഞിയെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരല്ലോ. എന്നാൽ അത് സാധിക്കുമായിരുന്നല്ലോ. റഹ്മത്തുൽ ആലമീന്റെ പൊന്നുമോളല്ലോ അല്ലാഹുവേ. എന്നിട്ട് പോലും ലളിതമായ ജീവിതമാണ് അവിടുന്ന് ജീവിച്ചത്. അതുകൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു അവിടുന്ന് കൊടുത്തു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഗുണം എന്താണെന്ന് അറിയുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മൂന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ ഫാത്തിമയ്ക്കുള്ള മൂന്നാമത്തെ ഗുണം എന്തെന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അൽ ഹയോ അൽ ഹയോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് വല്ലാത്ത ലജ്ജയുള്ളവരായിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ പോലെ വല്ലാതെ ലജ്ജയുള്ളവരോ. അവിടുന്ന് ദുനിയാവിൽ അല്ലാഹുവേ ഭൂമിയുടെ പരപ്പിൽ കൂടി അവിടുന്ന് കടന്നു പോകുമ്പോൾ ഭൂമി പോലും അറിയില്ലല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നവരല്ലോ, എപ്പോഴും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നവരല്ലോ. അല്ലാഹുവേ,
ഇന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് ലജ്ജയില്ലാത്ത കാലമാണോ? ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് ലജ്ജയില്ലാത്ത കാലമാണോ? അല്ലാഹുവേ, മാന്യമായ വസ്ത്രം പോലും ധരിക്കാതെ കണ്ട പുറത്തേക്ക് പോവുകയോ, അന്യപുരുഷനുമായി സംസാരിക്കുന്നത് പോലും ഒരു ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ സംസാരിക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മോ. പണ്ടത്തെ കാലത്ത് നമ്മുടെ ഉമ്മമാരെങ്ങനോ അവരതാ വഴിയിൽ കൂടി കടന്നു പോയാൽ അവരെങ്ങനാ നടന്നു പോകുന്നത്? നല്ല അതവോടെ മര്യാദയോടെയാ നടന്നു പോകുന്നത്. അല്ലാഹുവേ, ഇന്നെങ്ങാണ് റോഡിൽ കൂടി നമ്മുടെ പെണ്ണന്മാര് നടന്നു പോകുന്നതെന്നോ അല്ലാഹുവേ, തലയിൽ തുണിയിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ തുണിയിട്ടിട്ടുണ്ട്, എന്നാ തുണിയിടാത്തവരെ പോലെയാ നടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോട്, അവസാന കാലമാകുമ്പോൾ ഒരു വിഭാഗം അതാ കടന്നു വരികയോട്, അവരാഖിറത്ത് അല്ലാഹുവേ അവസാന കാലത്തിന്റെ അടയാളമാണ്, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഒരു പറ്റം പെണ്ണുങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയോട്, നിസാ